നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ എത്തും. രാവിലെ 11-ന് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങുന്ന രാഹുൽ ഗാന്ധി 11:45-ന് ഹെലികോപ്റ്റർ മാർഗം അടൂരിലെത്തും. KSRTC കോർണറിൽ ഉച്ചയ്ക്ക് 12-ന് സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ രാഹുൽ സംസാരിക്കും. വിശദവിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഇന്നലെ പ്രധാനമന്ത്രിയായിരുന്നുവെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധി വരുന്നു. കുറച്ച് ദിവസം മുന്നേ വരുമെന്ന് പറഞ്ഞിരുന്നു കോഴിക്കോടേക്ക്. എന്നാലും ചില കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല. പക്ഷേ ആ ആവേശം, പൂർവാധികം ആവേശത്തോടു കൂടി ഇതാ ഇന്ന് എത്തുകയാണല്ലോ. ചടങ്ങുകൾ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് പരിപാടികൾ? മോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കേരളത്തിലെത്തി UDF-നും LDF-നും എതിരെ ആഞ്ഞടിച്ച് മടങ്ങിയതാണ്. നിരവധി ആരോപണങ്ങളാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് BJP-യുടെ സാന്നിധ്യം എത്രത്തോളമുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെച്ചാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ആരുടെയും B ടീമല്ല, A ടീമാണ് ഞങ്ങളെന്നാണ് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി കൂടി ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നത്. രാഹുലിന്റെ സന്ദർശനം നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ്. കോഴിക്കോടത്തെ പരിപാടിയായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് ആ പരിപാടിക്ക് രാഹുൽ ഗാന്ധിക്ക് എത്താൻ കഴിഞ്ഞില്ല. മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പരിപാടി പത്തനംതിട്ടയിലും അതോടൊപ്പം തന്നെ കോട്ടയത്തുമാണ്. റാന്നി, കോന്നി, ആറന്മുള ഈ 3 മണ്ഡലങ്ങളുടെ സംയുക്ത സമ്മേളനമാണ് നടക്കുന്നത്. അവിടെ ആ പരിപാടിയിൽ രാഹുൽ ഗാന്ധി ആദ്യം സംസാരിക്കും. അതിനുശേഷമാകും പിന്നീട് കോട്ടയത്തേക്ക് പോവുകയും അതിനുശേഷം മറ്റ് പരിപാടികൾ കൂടി രാഹുലിനുണ്ട്. രാഹുൽ കഴിഞ്ഞ പൊതുയാത്രയ്ക്ക് ഇവിടെ വന്നതിന് ശേഷം നടത്തിയ പ്രഖ്യാപനങ്ങളുണ്ട്. 5-ന് ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ പ്രഖ്യാപിച്ചാണ് രാഹുൽ അന്ന് മടങ്ങിയത്. കൂടുതൽ പ്രഖ്യാപനങ്ങൾ, UDF-ന്റെ പ്രകടന പത്രികയിലുള്ള വാഗ്ദാനങ്ങളുടെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രാഹുലിന്റെ സന്ദർശനത്തെ വലിയ ആവേശത്തോടെയാണ് UDF ക്യാമ്പ് കാണുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലകളിലൊക്കെ വലിയ പ്രതിസന്ധിയാണ്. ഇടുക്കി അടക്കമുള്ള മധ്യകേരളത്തിലെ ജില്ലകളിൽ വലിയ പ്രതിസന്ധിയാണ് UDF നേരിട്ടത്. പത്തനംതിട്ടയിലാണെങ്കിൽ UDF-ന് MLA-മാരില്ലാത്തൊരവസ്ഥയുണ്ട്. കോട്ടയത്താണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ ചാണ്ടിയുമ്മനും മാത്രമാണ് നിയമസഭയിലേക്ക് UDF-ന്റെ പ്രതിനിധികളായി എത്തിയത്. ആ ജില്ലകളിലൊക്കെ നേട്ടമുണ്ടാക്കാതെ ഒരു തിരിച്ചുവരവ്, ഭരണത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന ബോധ്യം കോൺഗ്രസിനുണ്ട്. അതിനാൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ മധ്യകേരളത്തിലെ ഈ പ്രധാനപ്പെട്ട 2 ജില്ലകളിലും പ്രചാരണ പരിപാടിക്കായി എത്തിക്കുന്നത്. രാഹുലിന്റെ പരിപാടി വടക്കൻ കേരളത്തിലും വരും ദിവസങ്ങളിൽ നിശ്ചയിച്ചിട്ടുണ്ട്.